A warm good morning to one and all. Welcome to MES Mumbai College Autonomous. In the first day of the induction program for first year students 2020-21, jointly organized by College Management Committee, SKY, Skill for Youth, and Internal Quality Assurance Cell, IQAC, we will have our prayer first. I invite Noora of B3 History for the prayer. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ കൂടിയായിരിക്കും വരുന്നത്. കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവരോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടുമാറുകയും നമ്മൾ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർത്തീർപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ വെട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവരോട് പറയുന്നത് ദൃഷ്ടത്തൻ വഴിയിലുമല്ല ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഈശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thank you, Noora. First, we will have the welcome address by Professor Alikuti, Coordinator, Admission Committee. So please. Morning all. I am very happy to stand here on this inaugural session of induction program for first year UG students. മലപ്പുറം ജില്ലയിലെ ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉള്ള ഏക കോളേജായ ഡോക്ടർ ഗഫൂർ മെമ്മോറിയൽ MES മമ്പാട് കോളേജിൽ ഡിഗ്രി പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. 19 ഡിഗ്രി കോഴ്സുകളിലേക്കായി 27,000-ഓളം അപേക്ഷകളിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. 1964 കോളേജ് സ്ഥാപിതമായത് മുതൽ ഏറനാടിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വ്യക്തമായ അടയാളപ്പെടുത്തലുകളുമായി MES മമ്പാട് കോളേജ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. NAC അക്രഡിറ്റേഷനുള്ള ഏക ഓട്ടോണമസ് കോളേജ്, NIRF റാങ്കിങ്ങിൽ വിവിധ വർഷങ്ങളിൽ ഉയർന്ന സാന്നിധ്യം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡിന്റെ റിസർച്ച് ഗ്രാന്റ്, സ്വച്ഛത റാങ്കിംഗ്, അഡൽ റാങ്കിംഗ്, US കമ്മ്യൂണിറ്റി കോളേജുകളിലേക്ക് തുടർച്ചയായി സെലക്ഷൻ ലഭിക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവ കലാലയങ്ങളിൽ ഒന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആർട്സ് സ്പോർട്സ് മത്സരങ്ങളിൽ എന്നും മുൻനിരയിൽ. ഇന്ത്യക്കകത്തും പുറത്തും സാമൂഹിക സാംസ്കാരിക ഗവൺമെന്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മമ്പാട് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ കോൺട്രിബ്യൂഷൻ വിളിച്ചറിയിക്കുന്നതാണ്. It is my pleasant duty to welcome you all to this program. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഗോപിനാഥ് മുതുകാട് സാറാണ്. നമുക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനവും
യൂണിസെഫിന്റെ ചൈൽഡ് റൈറ്റ് ആക്ടിവിറ്റീസിന്റെ സെലിബ്രിറ്റി സപ്പോർട്ടറും ലോകത്ത് അറിയപ്പെടുന്ന മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഡിഫറെന്റ് ആർട്ട് സെന്റർ സ്ഥാപിക്കുകയും കേരള സ്റ്റേറ്റ് സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നറും ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം പോലെയുള്ള നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയായ നമ്മുടെ സ്വന്തം ഗോപിനാഥ് മുതുകാട് സാറിനെ എല്ലാവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ ഹെർട്ടി വെൽക്കംസ് ശ്രീ ഗോപിനാഥ് മുതുകാട് സർ ഫോർ ദിസ് ഫംഗ്ഷൻ. ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ അഡ്രസ് നടത്തുന്നത് നമ്മുടെ കോളേജിന്റെ ഫോർമർ പ്രിൻസിപ്പലും കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറിയുമായ പ്രൊഫസർ OP അബ്ദുറഹ്മാൻ സാറാണ്. MES മമ്പാട് കോളേജിന്റെ പ്രയാണത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സാന്നിധ്യവും കോളേജിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച കോളേജിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ പ്രതിസന്ധികളിലും MESന്റെ മാർഗദർശിയായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സാറിനെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പ്രിൻസിപ്പൽ അഡ്രസ് നടത്തുന്ന നമ്മുടെ കോളേജിന് വേണ്ടി ഇന്നോവേറ്റീവായ ഐഡിയകളും കോൺട്രിബ്യൂഷൻസുകളും ചെയ്യുന്ന നമ്മുടെ കോളേജിനെ എന്നും മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീ അനസ് സാറിനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജിന്റെ സീനിയർ ഫാക്കൽറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ടുള്ള ശ്രീ KP വിനോദ് കുമാർ സാറിനെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ ആയിട്ടുള്ള ഡോക്ടർ സാബിക് സാർ അറബിക് ഡിപ്പാർട്ട്മെന്റ്, അബ്ദുൽ വാഹിദ് സാർ ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, അബ്ദുറഹ്മാൻ സാർ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്, സജിദ മോഹൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടർ സാജിദ് ലത്തീഫ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, സിബിയ ജോർജ് ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, ശ്രീ OP സലാഹുദ്ദീൻ സാർ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടർ സെമീന കലത്തൊടി മാത്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീ ഹിന്ദ്, ഡോക്ടർ അനൂപ് ദാസ് സുവോളജി ഡിപ്പാർട്ട്മെന്റ്, അജ്മൽ സർ മാസ് ഡിപ്പാർട്ട്മെന്റ്, and all the students who are participating in this meeting and the parents, എല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു all. Thank you, sir. We are lucky to have with us today Sri Gopinath Mudugad, who is the pride of India, Kerala, Nilambur, and our college. He is an alumni of our college, and we are lucky to have him to inaugurate this program today. I invite Professor OP Abdurrahman, Secretary, College Management Committee, for a special address and an introduction to our chief guest. Welcome, sir. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്ന പിന്നീടാവാം. നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ് തിരക്കിട്ട പരിപാടികളിലാണ്. അദ്ദേഹത്തിന് വളരെയധികം തിരക്കിട്ട ദിവസവുമാണെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം തൽക്കാലം മാറ്റിവെക്കുന്നു. ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് കൂടുതൽ ദീർഘിച്ച് സംസാരിക്കേണ്ട ആവശ്യവും നിങ്ങളുടെ മുന്നിലില്ല. എങ്കിലും അദ്ദേഹത്തെ ഇനിയും പരിചയപ്പെടുത്തി സമയം കളയുന്നില്ല. അദ്ദേഹത്തെ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, MES മമ്പാട് കോളേജിന്റെ പ്രിയപ്പെട്ട സാരഥികളെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സഹോദര തുല്യനായ OP അബ്ദുറഹ്മാൻ സാർ, ഞാനൊരു യാത്രയിലാണ്. ഇപ്പോ കോട്ടയത്താണുള്ളത്. കോട്ടയത്ത് DC ബുക്സിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ആ മീറ്റിങ്ങിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ട് ഞാൻ കുറേ സമയമായിട്ട് ഈ സൂമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു യാത്രയിലാണ്. ഞാൻ ഇപ്പൊ ഇതിനകത്ത് സംസാരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം, അതായത് ഈ ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ ഭാഗമായി ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം ഒരു യാത്രയിലാണ്. ആ യാത്ര താൽക്കാലികമായിട്ടുള്ള ഒരു യാത്രയല്ല, ഇത് ജീവിതയാത്രയാണ് നിങ്ങൾ നയിക്കുന്നത്. ജീവിതയാത്രയിലെ ഒരു സ്റ്റെപ്പാണ്
ഒരു മൈൽ സ്റ്റോൺ ആണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രിക്ക് 1ാം വർഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ഒരു പുതിയ പാന്താവിലേക്ക് നടന്നു കയറുന്നത്. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത പരിതസ്ഥിതികളിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോളേജുകളിൽ നിങ്ങൾ സാധാരണ ആർത്തുല്ലസിച്ച് കളിക്കളങ്ങളിലും ക്ലാസ് മുറികളിലും ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ആ സമയത്തിന് പകരം അകന്നിരിക്കാനും മാസ്ക് ധരിക്കാനും ചിരിക്കുന്നത് പോലും പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് ലോകം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇത് ആദ്യമായിട്ട് വരുന്നൊരു മഹാമാരിയല്ല. ഇത്തരത്തിലുള്ള എത്രയോ മഹാമാരികളെ ലോകം കണ്ടിട്ടുണ്ട്. കോളർ വന്നിട്ടുണ്ട്, പ്ലേഗ് വന്നിട്ടുണ്ട്, ഇങ്ങനെ എത്രയോ രോഗങ്ങൾ, എത്രയോ മഹാമാരികൾ ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിനെ അതിജീവിച്ച് മുന്നേറാൻ കരുത്തുള്ളവനാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രതിസന്ധികളെ മുഴുവൻ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ചെറിയൊരു എക്സാമ്പിൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 100 വർഷം മുമ്പ് ഒരു സ്പാനിഷ് ഫ്ലൂ ലോകത്ത് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. 4 വർഷക്കാലമാണ് ആ സ്പാനിഷ് ഫ്ലൂ ലോകത്ത് മുഴുവൻ നിലനിന്നത്. 5 കോടിയിലധികം ആളുകളാണ് സ്പാനിഷ് ഫ്ലൂവിന്റെ ഭാഗമായിട്ട് മരിച്ചു പോയത്. അന്ന് ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളോ ടെലിവിഷനോ റേഡിയോയോ ഫോണോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് 4 വർഷക്കാലം ആ മഹാമാരിയെ അതിജീവിച്ച് മുന്നേറിയ മനുഷ്യരുടെ അടുത്ത തലമുറയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മനസ്സിൽ നിന്നും അതിന്റെ ആവലാതികളോ പരിഭ്രമങ്ങളോ ഒക്കെ മാറ്റിവെച്ച്, ഭയമോ ഒക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പഠിക്കുവാൻ മാനസികമായിട്ട് തയ്യാറാവുക. ആ തയ്യാറാക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഹിരോഷിമയില്, നിങ്ങൾക്കറിയാവുന്ന പോലെ ജപ്പാനിലെ ഹിരോഷിമയില് അമേരിക്ക കൊണ്ടുപോയി ബോംബ് വർഷിച്ചത് 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീന്റെ സൂത്രവാക്യമായിട്ടുള്ള E=mc² എന്ന മഹത്തായ ശാസ്ത്രത്തിന്റെ കുതിപ്പിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച സൂത്രവാക്യം, ഏതൊരു നന്മയുടെയും പിന്നിലൊരു തിന്മയുണ്ടാവും എന്ന് പറയുന്നത് പോലെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് അതിനകത്തുള്ള തിന്മയുടെ വശം കണ്ടെത്തി. ആ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ആറ്റം ബോംബ് വികസിപ്പിക്കാം എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന റൂസ്വെൽറ്റിനോട് പറഞ്ഞു, ഇത് ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കാൻ പറ്റിയ സൂത്രവാക്യമാണെന്ന് പറഞ്ഞു. ഐൻസ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, ഒരു കാരണവശാലും ഈ ഞാൻ കണ്ടുപിടിച്ച സൂത്രവാക്യം ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയാണ്, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. പക്ഷേ അതിന്റെ പരിശോധന നടത്തി ന്യൂ മെക്സിക്കോയിൽ കൊണ്ടുപോയി ബോംബ് വർഷിച്ചു നോക്കി. ആ പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലായി. അമേരിക്കയോട് ജപ്പാൻ അടിയറവ് പറഞ്ഞിട്ട് പോലും ഹിരോഷിമയിൽ കൊണ്ടുപോയി ബോംബ് വർഷിച്ചു. അവിടെ ആ പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലായി. എത്രയോ ആളുകൾ അംഗഭംഗം സംഭവിച്ചവരായി. കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരും കൈയില്ലാത്തവരും കാതില്ലാത്തവരും ഇന്നും അവിടെ അതിന്റെ ബാക്കി പത്രമായിട്ട് നിലനിൽക്കുന്നു. ഹിരോഷിമയിലുണ്ടായിരുന്ന 40ഓളം വിദ്യാലയങ്ങളിൽ 35ഓളം വിദ്യാലയങ്ങൾ ഇല്ലാതെ നശിച്ചുപോയി. അധ്യാപകരില്ല, വിദ്യാർത്ഥികളില്ല, പുസ്തകങ്ങളില്ല, പരീക്ഷണശാലയില്ല, എല്ലാം നശിച്ച് കത്തിച്ചാമ്പലായി. പക്ഷെ അവിടെ ജപ്പാൻ ഗവൺമെന്റ് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം, ക്യാബിനറ്റ് കൂടി ആദ്യമായിട്ട് എടുക്കുന്ന തീരുമാനം, ഏത് രീതിയിലും വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം നാളെ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ ചോദിച്ചു, എവിടുന്നാണ് പുസ്തകങ്ങളില്ല, പഠിക്കാനുള്ള ഉപകരണങ്ങളില്ല, വിദ്യാലയങ്ങളില്ല, എവിടുന്നാണ് പഠിപ്പിക്കുക, എവിടെയാണ് പഠിക്കുക എന്നൊരു ചോദ്യമുണ്ടായി. പക്ഷെ ഗവൺമെന്റ് പിന്നോട്ട് പോയില്ല. ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ കൽക്കരിപ്പെട്ടികളെ ബെഞ്ചുകളും ഡെസ്കുകളും ആക്കി മാറ്റി, തുറന്ന മൈതാനത്ത് കൊടും തണുപ്പത്തിരുന്ന് പഠിക്കൂ, കാരണം വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന മൈതാനത്ത് കൊടും തണുപ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു. കൽക്കരിപ്പെട്ടികളെ ബെഞ്ചുകളും ഡെസ്കുകളുമാക്കി മാറ്റി അവർ പഠിക്കാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, മറന്നുപോയി. അന്ന് 5 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നുണ്ട്. അവനിന്ന് 85 വയസ്സാണ്. ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ജപ്പാൻ ഗവൺമെന്റ് എടുത്ത ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇന്ന് ജപ്പാൻ എന്ന രാജ്യം ലോക രാജ്യങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, പരമപ്രധാനമാണ് വിദ്യാഭ്യാസം. ജീവിതത്തിലെ ഈ യാത്രയിലെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ ഔഷധം, ഏറ്റവും വലിയ ആയുധം അറിവാണ്. ആ അറിവ് നേടാനുള്ള ഒരു സാധ്യതയാണ്
ഇപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ MES മമ്പാട് കോളേജ്, എന്റെ കൂടി വിദ്യാലയമായ, എന്റെ കൂടി കോളേജായിട്ടുള്ള MES മമ്പാട് കോളേജ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. അതിന്റെ വാതിലുകൾ തുറന്ന് അതിന്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ മുഴുവൻ ചവിട്ടിത്തെറിപ്പിച്ച് അറിവ് നേടാനുള്ള സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി നല്ല കുട്ടികളായി വളർന്ന് നല്ല സാമ്രാജ്യം കെട്ടിപ്പടുത്ത് നല്ല രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ത്രാണിയും മനസ്സും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. What other words can inspire you better for a better academic life ahead? Thank you so much, sir. Now, I invite the principal of the college to address the gathering. ബഹുമാന്യനായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ഗോപിനാഥ് മുതുകാട്, നമ്മുടെ കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറിയും ദീർഘകാലം കോളേജിന്റെ പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ OP അബ്ദുറഹ്മാൻ സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HODയുമായ ശ്രീ KP വിനോദ് കുമാർ സർ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും മമ്പാട് കോളേജിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1965 സ്ഥാപിതമായിട്ടുള്ള MES മമ്പാട് കോളേജ് എന്ന ഈ സ്ഥാപനം ഒരുപാട് സുമനസ്സുകളുടെ അശ്രാന്തമായ പരിശ്രമത്തിന്റെയും വിയർപ്പൊഴുക്കലിന്റെയും ഭാഗമായിട്ട് ഇന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കലാലയം, ഏക ഓട്ടോണമസ് കോളേജ് എന്നീ പദവികളിലൂടെ നിങ്ങളെല്ലാവരെയും അട്രാക്ട് ചെയ്യത്തക്ക രൂപത്തിലേക്ക് വളർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് നാം ഉള്ളത്. തീർച്ചയായിട്ടും ഒരു കോളേജിന്റെ വളർച്ച അളക്കപ്പെടുന്നത് ആ കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ പൊസിഷനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങളോട് അല്പം മുമ്പ് സംസാരിച്ച് അവസാനിപ്പിച്ച ഗോപിനാഥ് മുതുകാട് കേരളത്തിന് മാത്രം അറിയപ്പെടുന്ന ആളല്ല, ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ യശസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം MES മമ്പാട് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. ഇതുപോലെ ഒട്ടനവധി വിദ്യാർത്ഥികളെ നമ്മുടെ നാടിനും നമ്മുടെ രാഷ്ട്രത്തിനും സംഭാവന ചെയ്തിട്ടുള്ള കലാലയമാണ് MES മമ്പാട് കോളേജ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുക, അവിടുത്തെ വിദ്യാർത്ഥിയാവാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള സൗഭാഗ്യമാണ് എന്ന് ഈ അവസരത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ കോളേജിൽ 14 UG കോഴ്സുകൾ, 4 BO കോഴ്സുകൾ, ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ്, 8 PG കോഴ്സുകൾ, 5 PhD കോഴ്സുകൾ, ഇവയിലെല്ലാമായി 2500-ലധികം
വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കലാലയത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞത് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അത്തരത്തിൽ ഈ കോളേജിന്റെ മുതൽക്കൂട്ടായി മാറുന്ന അല്ലെങ്കിൽ മാറേണ്ടിയിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ കലാലയത്തിലേക്ക് പുതുതായിട്ട് കാലെടുത്ത് വെച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനോടൊപ്പം തന്നെ കോളേജിന്റെ യശസ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഭാവിയിലുടനീളം ഈ നിങ്ങളുടെ കലാലയ ജീവിത കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടാവണം എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കലാലയത്തിന്റെ വലിയ ഒരു മുതൽക്കൂട്ടാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ്. മറ്റ് ഏതൊരു കോളേജിന്റെ ഫാക്കൽറ്റി ലൈനപ്പിനേക്കാളും ഏറ്റവും മികച്ച ഒരു ലൈനപ്പുമായിട്ടാണ്, ഏറ്റവും മികച്ച ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പുമായിട്ടാണ് MES മമ്പാട് കോളേജ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത് കോളേജിന്റെ മാനേജ്മെന്റാണ്. MESന്റെ കലാലയം ആയിട്ടുള്ള MESന്റെ ഏറ്റവും മികച്ച കലാലയമായിട്ടുള്ള MES മമ്പാട് കോളേജ് തീർച്ചയായിട്ടും കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയും അതേപോലെ തന്നെ സെൻട്രൽ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെ കോളേജിന്റെ പേരും പെരുമയും നിലനിർത്താനാവത്തക്ക രൂപത്തിലുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം എല്ലാ സമയത്തും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബഹുമാന്യനായ സെക്രട്ടറി OP അബ്ദുറഹ്മാൻ സാറെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഏതാണ്ട് 900-ത്തിനടുത്ത് UG സീറ്റുകളാണ് ഇപ്പോൾ നമുക്ക് 19 കോഴ്സുകളിലായിട്ട് നമുക്കുള്ളത്. അതില് നേരത്തെ അലിക്കുട്ടി സാറ് സൂചിപ്പിച്ചതുപോലെ 27,000-ത്തിലധികം അപേക്ഷകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്രയും അപേക്ഷകരിൽ നിന്ന് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും കൃത്യമായിട്ട് ആർക്കാണോ സീറ്റിന് അർഹതയുള്ളവരെ കണ്ടെത്തി ആ സീറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്യമം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് കൃത്യമായിട്ട് അത് അവിടെ തന്നെ നിങ്ങളെ എത്തിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള അഡ്മിഷൻ കമ്മിറ്റിയെയും പ്രത്യേകിച്ച് അഡ്മിഷൻ കമ്മിറ്റി കോർഡിനേറ്റർ പ്രൊഫസർ അലിക്കുട്ടി സാറേയും ഈ അവസരത്തിൽ ഹൃദയംഗമമായി അഭിനന്ദിക്കുകയാണ്, കോളേജിന്റെ പ്രശംസ അറിയിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് ഉണർത്താനുള്ളത് കലാലയ ജീവിതം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കലാലയ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. വെറുതെ അറിവ് നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാനുമുള്ള അവസരമായിട്ട് കലാലയ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോളേജിന്റെ കലാലയ അക്കാദമിക് നോൺ അക്കാദമിക് ആയിട്ടുള്ള കായിക രംഗങ്ങളിലുള്ള മികവ് നിങ്ങൾ തീർച്ചയായിട്ടും മുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കോളേജിന്റെ യശസ് ഉയർത്താൻ വേണ്ടി നിങ്ങളും കൂടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് കലാലയങ്ങളിൽ നിന്ന് വിഭിന്നമായി നിരവധി ക്ലബ്ബുകൾ നമ്മുടെ കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു സെഷനുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഇത്തരം ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അറിയിക്കുകയാണ്.
അക്കാദമിക് ആയിട്ടുള്ള കരിക്കുലത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ മറ്റു നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് 75-ലധികം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കോളേജ് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം കോഴ്സുകളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഏതാണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഏതാണ്ട് 28-ലധികം രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, പ്രത്യേകിച്ച് അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ പോലെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അതിൽ വളരെയധികം എടുത്തു പറയത്തക്ക കോഴ്സുകളാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിയുന്ന മുറക്ക് തന്നെ നിങ്ങൾക്ക് ഒരു തൊഴിലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ഇത്തരം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ വളർത്താൻ ഇത്തരം കോഴ്സുകൾക്ക് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ കോളേജിന്റെ മറ്റൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നമ്മുടെ അലുമിനി എന്ന് പറയുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളും അലുമിനിയുടെ ഭാഗമാകേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അലുമിനി ലൈനപ്പ് എന്ന് പറഞ്ഞത് വളരെ മികച്ചതാണ്. തീർച്ചയായിട്ടും ആ അലുമിനി ലൈനപ്പിലേക്ക് ഞങ്ങൾക്ക് കോളേജിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ഓട്ടോണമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യ ഘടകം അതിന്റെ എക്സാമിനേഷൻ സിസ്റ്റമാണ്. മറ്റെല്ലാ ഓട്ടോണമസ് കോളേജിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച ഒരു എക്സാമിനേഷൻ സിസ്റ്റം നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അഡ്മിഷൻ സമയത്ത് പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെയുള്ള എക്സാമിനേഷൻ സിസ്റ്റമാണ് ഞങ്ങളുടെ കോളേജിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് എന്ന് നിങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പലരും തുറന്ന് സമ്മതിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരം ഒരു എക്സാമിനേഷൻ സിസ്റ്റം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓട്ടോണമസ് കോളേജ് എന്നുള്ള നിലക്ക് നമ്മുടെ ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോവിഡ് മഹാമാരി കാലത്തും എക്സാമിനേഷൻ ഡ്യൂസ് ഇല്ലാതെ, യാതൊരു എക്സാമിനേഷനും പെൻഡിങ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ടും ഈ ഓൺലൈൻ ക്ലാസിന്റെ എല്ലാ പരിമിതികളും ഒഴിവായിക്കൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ സുന്ദരമായ ഈ കലാലയത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വരാനും ഈ കോളേജിനെ പൂർണ്ണമായ രൂപത്തിൽ ആസ്വദിക്കാനും കോളേജിന്റെ റിസോഴ്സസുകളെ ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We'll have an interaction with the eminent alumni here. First, we'll have Fahad Raza from All India Radio, Hena, a former student who had gone to American Community College, Shijil Mambad, winner of the International Film Award, then Saju Thomas, Asif Sahir, captain of Kerala football team. Everyone will be interacting. Please wait. നമസ്കാരം, ഞാൻ ഷാജു തോമസ്. ഞാൻ മമ്പാട് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1996-99 കാലഘട്ടത്തിൽ മമ്പാട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. 99 ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു മമ്പാട് കോളേജിൽ. ഞാൻ എൻ്റെ സ്കൂൾ കാലം മുതൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷേ നമ്മളൊരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അത്തരത്തിൽ എനിക്ക് മമ്പാട് കോളേജിനെ കുറിച്ച് ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. നല്ല അധ്യാപകരെ കുറിച്ചുള്ള ചിന്തകൾ, നല്ല കൂട്ടുകാർ. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത യാത്രയിൽ ഒരുപാട് ഉപകാരം, ഓരോ അവസരത്തിലും വലിയ നേട്ടങ്ങളുടെ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ആ ഉപകാരം ഞാൻ എന്നും എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്, മമ്പാട് കോളേജിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ഞാനിപ്പോൾ പോപ്പീസ് ബേബി കെയർ പ്രൊഡക്ട്സ് എന്ന ഒരു കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. കുഞ്ഞുടുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ
ഏതാണ്ട് 30 രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 2000-ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇങ്ങനൊരു മേഖലയിൽ എത്തിച്ചേരാനും ഈ അവസരം ഉണ്ടാക്കിയതിനും എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ പുതിയതായിട്ടും ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന തലമുറയാണ്. എനിക്ക് നിങ്ങളോട് പറയുന്നത്, പഠനം മാത്രമല്ല, വെറുതെ ഒന്ന് നമ്മൾ പുസ്തകത്തിൽ കണ്ടത് കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിലുപരിയായിട്ട് നമുക്ക് നമ്മുടെ മമ്പാട് കോളേജിനെ സംബന്ധിച്ച് സ്പോർട്സിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. നല്ല കായികാധ്യാപകർ, നിങ്ങളുടെ കായികാധ്യാപകൻ മിസ്റ്റർ റഫീഖിൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്, ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. അതുപോലെ നല്ല അധ്യാപകരുള്ള നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതുപോലെ കല സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ കോളേജിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നല്ലൊരു ലൈബ്രറി ഉണ്ട്. എന്നും ഞാൻ എൻ്റെ വായനകളിൽ എനിക്ക് എന്നും ഓർത്തിരിക്കുന്ന ലൈബ്രറിയാണ് മമ്പാട് കോളേജിന് ഉള്ളത്. നല്ല ഓഡിറ്റോറിയം, അങ്ങനെ തുടങ്ങി നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ നല്ല അധ്യാപകരോട് കൂടെ തോളോട് ചേർന്ന് നിങ്ങൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. വെറും പുസ്തകം മാത്രം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളായി മാറാതെ, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും പുസ്തക പഠനം മാത്രമല്ല, അതിലുപരിയായി നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു നല്ല അവസരം, നല്ല കലാലയത്തിൽ ലഭിച്ച ഈ അവസരം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. നന്ദി. ഹലോ, ഹായ്, ഞാൻ ആസിഫ് സഹീർ, ഫുട്ബോൾ പ്ലെയറാണ്. മമ്പാട് കോളേജിൻ്റെ അലുമിനിയാണ്. വരുന്ന ഫസ്റ്റ് ഇയർ ബാച്ചിനെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ഹായ്, നമസ്കാരം. ഞാൻ സജിൻ മമ്പാട്. 2018-2019 വർഷത്തിലാണ് ഞാൻ മമ്പാട് MES കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവർക്കും അറിയാം. മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം കുറച്ച് ഫ്രീഡമൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 1ാം വർഷം അവിടെ ജോയിൻ ചെയ്തത് 2018-19 വർഷത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മമ്പാട് MES കോളേജിനെ പോലത്തെ അത്രയും മനോഹരമായിട്ടൊരു കോളേജിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെ പോലെ തന്നെ, അവിടെ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികളെ പോലെ തന്നെ എൻ്റെയും വലിയ സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ സ്വപ്നം പോലെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പോലെ എനിക്കുണ്ടായിരുന്ന സ്വപ്നം, ആഗ്രഹം മറ്റൊന്നുമല്ല, ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം, ഫിലിം ഡയറക്ടർ ആവണം എന്നുള്ളത്. അഭിനയത്തേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം 10ാം ക്ലാസ്, +1, +2 ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അവിടുന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന, നമ്മുടെ സ്കൂൾ പഠിപ്പിച്ചിരുന്ന മാഷ ആർട്ടിൻ്റെ സാറായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. ആ സപ്പോർട്ടിങ്ങിലാണ് ഞാൻ കയറി ഇതുവരെ എത്തിയിട്ടുള്ളത്. മമ്പാട് MES കോളേജിൽ ഞാൻ 2018-19 ആ സമയത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം, തുടക്കം എന്ന നിലയിൽ ഒരു കൊമേഴ്ഷ്യൽ മൂഡിൽ എങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തത് എയ്മാഷ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. നമ്മുടെ കോളേജിൻ്റെ ഭംഗിയും നമ്മുടെ കോളേജിൻ്റെ എല്ലാ വിവിധ ഹിസ്റ്ററി ബ്ലോക്ക്, അതേപോലെ തന്നെ ഒരുപാട് ബ്ലോക്കുകളൊക്കെ അറിയാം എല്ലാവർക്കും. മമ്പാട് കോളേജ് അത്രയും മനോഹരമായിട്ടുള്ള കോളേജാണ്. അപ്പോൾ കോളേജിൻ്റെ എല്ലാ വിഷ്വൽസും മാക്സിമം പകർത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ ഒന്നും കൂടെ ആളുകളിലോട്ട് അറിയപ്പെടുന്ന രീതിയിലോട്ട് എത്തിയത്. അതിനുശേഷം മമ്പാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ അവസാനം സെക്കൻഡ് ഇയർ തുടക്ക സമയത്ത് ഞാൻ ഔറ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്തു. അത് വിമുക്തി മിഷൻ, ലഹരി വിരുദ്ധ വിമുക്തി മിഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റേറ്റ് ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് അവാർഡ് വിന്നിങ് ആയി. അതുപോലെ തന്നെ അതിനുശേഷം അവർ ഒരുപാട് ഫെസ്റ്റിവലുകൾ ഓടിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റ് അവാർഡിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെർജംഗൾ എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ഇയറിൽ പകുതിയായ സമയത്ത് ചെയ്തതാണ്. ഹെർജംഗൾ ഒരുപാട് സ്റ്റേറ്റ് അവാർഡിലായാലും യുവ മിഷൻ, അതുപോലെ തന്നെ ക്ഷേമ വകുപ്പ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അവാർഡുകളിൽ
പോയിട്ടുണ്ട്, അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും SCRT-യുടെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ ഇപ്പോൾ ഹെർജങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം 2 നാഷണൽ അവാർഡാണ് ഹെർജങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ട്, കോളേജിലെ ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ്, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നല്ലൊരു കോളേജാണ് നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് അധികൃതർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. ഇപ്പം അവസാനമായിട്ട് ഞാൻ ചെയ്തില്ല, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സിനിമ എന്നായിരുന്നു. ആ സിനിമ ലോകത്തേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന് തന്നെ പറയാം. കാടോർ എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ചു ഫീച്ചർ ഫിലിം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നാഷണൽ അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ്, IFFI, IFFK, കേരള സ്റ്റേറ്റ് അവാർഡ് എല്ലാത്തിനും അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും പുതുതായി വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫഹദ് റാസ. 2011 മമ്പാട് MES കോളേജിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷൻ BA പാസ്സായ ഒരാളാണ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. മമ്പാട് കോളേജിൽ പുതിയൊരു ഗ്രാജുവേഷൻ ബാച്ച് വരുന്നു, അപ്പോൾ അവരോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, മമ്പാട് കോളേജ് ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നതും, 2 മമ്പാട് കോളേജ് എങ്ങനെ മറ്റ് കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്നുള്ളൊരു കാര്യമാണ്. 2നും കൂടി ഒരുമിച്ച് ഉത്തരം പറയാമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുൻപാണ് ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് മമ്പാട് കോളേജിലുണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ പേര് ഫൗണ്ടേഷൻ ഫോർ അക്കാഡമിക് എക്സലൻസ് ആൻഡ് ആക്സസ്, FAEA എന്നായിരുന്നു. അതിൻ്റെ പ്രത്യേകത ഇൻ്റർനാഷണൽ ലെവലിൽ അക്ലൈംഡ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ട്രെയിനേഴ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനേഴ്സ് വന്നിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു അതിലുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീക്കിലും ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക്, സെലക്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നു. അതുകൊണ്ടുണ്ടായ ഒരു ഗുണം അന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ ശേഷം പോയത് ഡൽഹിയിലേക്കായിരുന്നു. കാരണം ഞാൻ കേന്ദ്ര സർക്കാർ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകളിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജോലികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു 100-150 ഒഴിവുകൾക്ക് വേണ്ടിയിട്ട് 10-12 ലക്ഷം ആളുകളായിരിക്കും മത്സരിക്കുന്നത്, പരീക്ഷ എഴുതുന്നത്. അതിൽ തോൽവി അനിവാര്യമാണ്. കാരണം കുറച്ച് പേരെങ്കിലും തോൽക്കാതെ 90-99% പേരും തോൽക്കും. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ തോൽക്കുമ്പോഴും എന്നെങ്കിലും ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തോന്നിയിരുന്നു. കാരണം നിരന്തരം തോറ്റുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ജയിക്കുമായിരിക്കും. ഞാൻ ആദ്യത്തെ ഒരു 2 വർഷം എഴുതിയ എല്ലാ പരീക്ഷകളും തോറ്റിരുന്നു. അപ്പോഴും മുന്നോട്ടുള്ളൊരു യാത്ര പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെക്കാൾ എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ 1-2 വർഷം തോൽവികൾ അനുഭവിക്കുമ്പോഴേക്കും അവർ മടുത്തു, അവർക്ക് തോൽവി താങ്ങാനാകാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇത്രയും പിന്നോക്ക ജില്ലയിൽ നിന്നും വരുന്നു, കുഗ്രാമത്തിൽ നിന്നും വരുന്നു, എന്നിട്ട് പോലും നമുക്കതിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രോഗ്രാമുകളുടെ ഭാഗമാകാൻ മമ്പാട് കോളേജ് നൽകിയ ഒരു അവസരമാണ് എന്ന് പിന്നീട് മനസ്സിലാക്കേണ്ടായി. അപ്പോൾ നിങ്ങളോട്, എൻ്റെ അനിയന്മാരായിട്ട് അല്ലെങ്കിൽ അനിയത്തിമാരായി ഇനി വരുന്ന ഈ ഒരു ബാച്ചിനോട് എനിക്ക് പറയാനുള്ളത്, മമ്പാട് കോളേജിൽ നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളുമുണ്ട്. നിങ്ങൾക്ക് എന്താകണോ അതിനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് പഠിക്കണോ അതിനുള്ള അവസരമുണ്ട്. കളിക്കണോ, നമുക്ക് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും വരെ കളിക്കുന്ന ആളുകൾ പഠിച്ചിട്ടുള്ളത്, ട്രെയിൻ ചെയ്തിട്ടുള്ളത് മമ്പാട് കോളേജിൽ നിന്നാണ്. കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടോ, യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ അച്ചീവ്മെൻറ്റ്സ് ഉള്ള കലാകാരന്മാർ നമ്മുടെ കോളേജിലുണ്ട്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളെ കോളേജ് നൽകുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം വിനിയോഗിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ടേക്ക് അവേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആകരുത് നിങ്ങൾ കൊണ്ടുപോകുന്നത്.
നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം, നല്ല ഓർമ്മകൾ ഉണ്ടാവണം, അതോടൊപ്പം നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകണം. നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കോളേജ് നൽകുന്ന അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ നൽകുന്ന ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാകണം. അതിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തന്നെ വലുതാവുകയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റി വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഭാഗമായി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു വളർച്ച കാണാൻ കഴിയണം ഈ ഒരു ഡിഗ്രി കഴിഞ്ഞു പോകുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒറ്റ ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ, ഇത്രയും നല്ലൊരു ക്യാമ്പസിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കിപ്പോൾ കൊറോണ കാരണം കുറച്ച് കാലമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മനോഹരമായ ഇത്രയും ഗ്രീനിഷായ ഇത്രയും പൂക്കളും മരങ്ങളും നിറഞ്ഞ ആ ഒരു ക്യാമ്പസിൽ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട കുറച്ച് സമയമെങ്കിലും ഇപ്പോൾ ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ ഈ ഒരു കൊറോണ കാരണം നിങ്ങൾക്ക് മിസ്സായി എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്തായാലും അതെല്ലാം തീരും. പെട്ടെന്ന് തന്നെ ക്യാമ്പസിലെത്താൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ, അതിൻ്റെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഹലോ എവ്രി വൺ, ഞാൻ ഹെന്ന, MES മമ്പാട് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2019 MESൽ നിന്നും BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് MA ഇംഗ്ലീഷിന് ഇപ്പോൾ JNU ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങളെല്ലാവരും തന്നെ കാലെടുത്ത് വയ്ക്കുകയാണ്. കൂടുതൽ ഡെമോക്രാറ്റിക്കായ, കൂടുതൽ ക്രിയേറ്റീവായ, കൂടുതൽ അക്കാഡമിക്കായ ഒരു സ്പേസിൻ്റെ MES മമ്പാട് കോളേജിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് എല്ലാവരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിനെ പറ്റിയുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം. ആ ക്യാമ്പസ് എന്തെല്ലാമാണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ചില ആകുലതകളും ഒക്കെ ഈ സമയത്ത് ഉണ്ടായിരിക്കാം. ഞാനും ഇതുപോലെ തന്നെയാണ് BA ഇംഗ്ലീഷിന് MESൽ വന്ന് ചേർന്നത്. ആ സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് ചിന്തകളും ഒരുപാട് ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ നിന്നും മാറി MES മമ്പാട് കോളേജ് ഒരുക്കി വെച്ച മറ്റു പല അവസരങ്ങളും എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. MESൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ NSSൽ ഞാൻ വോളണ്ടിയറായി മാറി. NSSലൂടെ ഒരുപാട് പുതിയ സംഘടനകളെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് എന്നതിൽ നിന്ന് മാറി മറ്റു പല നമ്മുടെ തന്നെ ഇഷ്ടങ്ങളും അഭിരുചികളും ഒക്കെ വളർത്താൻ പറ്റിയ ഒരുപാട് ക്ലബ്ബുകൾ MES മമ്പാട് കോളേജിലുണ്ട്. അതിലൊക്കെ തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റി. അതോടൊപ്പം MES മമ്പാട് കോളേജ് എന്ന് ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്ന ഏറ്റവും എനിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു മുഹൂർത്തം ഉണ്ടാക്കി തന്നത് ഈ ക്യാമ്പസ് തന്നെയാണ്. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് US സ്കോളർഷിപ്പ് കിട്ടുകയും അതുവഴി കൾച്ചറൽ എക്സ്ചേഞ്ചിങ് പ്രോഗ്രാമിനായിട്ട് അമേരിക്കയിൽ പോയി ഒരു വർഷം പഠിക്കാൻ പറ്റുകയും ചെയ്തു. അന്ന് 25 ഇന്ത്യക്കാരിൽ 3 മലയാളികളാണ് ഉണ്ടായിരുന്നത്. 3 പേരും MES മമ്പാട് കോളേജിൽ നിന്നുള്ളവരായിരുന്നു. അത്തരം വലിയൊരു ഭാഗ്യം, ഒരു പുതിയ തിരിച്ചറിവിൻ്റെ, പുതിയ മാറ്റത്തിൻ്റെ ഒരു വർഷമായിട്ട് ആ ഒരു അമേരിക്കൻ ജീവിതം ഞങ്ങളെ മാറ്റിയിട്ടുണ്ട്. അത്തരമൊരു പുതിയ കാര്യം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയത് MES മമ്പാട് കോളേജിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ്. ആ ഒരു നേട്ടത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസാണ്, ഒരു കാലഘട്ടമാണ് MESലേത് എന്നുള്ളതാണ് പറയാനുള്ളത്. അന്ന് അതൊരു USലേക്ക് പോവുക അല്ലെങ്കിൽ അവിടെ പഠിക്കുക എന്നുള്ളതൊക്കെ മാറിയിട്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ, ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായ, എന്നെ തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അത്തരം ഒരു വലിയ പ്രൊഡക്റ്റീവായ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായത് ഈ ക്യാമ്പസിൽ പഠിച്ചതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമായിരുന്നു. പ്രൊഫൈലിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ഇത്രയും ജീവിതത്തിൽ നേടിയെടുത്തത് എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം എഴുതാനുണ്ടായിരുന്നത് 1ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പങ്കെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എനിക്ക് MES മമ്പാട് കോളേജിൻ്റെ ഭാഗമാവാനിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ പങ്കെടുക്കുന്ന ചില പരിപാടികൾ, നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പിന്നീട് ഉപകാരപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റില്ല.
MES മമ്പാട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോളേജ് മാഗസിനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NSSലുണ്ടായിരുന്നു, ഒരുപാട് ക്ലബ്ബുകളിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ എനിക്ക് ഞാൻ US-ലേക്കുള്ള ഒരു പരിപാടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഫൈലിൽ എഴുതി ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ക്യാമ്പസിൽ പങ്കെടുത്ത ഒരുപാട് പരിപാടികളാണ് ഇങ്ങനെയുള്ളൊരു ഒരു എക്സ്ചേഞ്ചിങ് പ്രോഗ്രാമിലേക്ക് എന്നെ ക്വാളിഫൈ ചെയ്യാനുണ്ടായ കാരണങ്ങളും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും MESലേക്ക് തന്നെ തിരിച്ചു വന്ന് ഒരു വർഷം കൂടെ ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്, മെസ്മാക് എന്നുള്ള പേരിൽ നടക്കുന്നത്. ആ കോൺഫറൻസിൽ ഡിഗ്രി ഫൈനൽ ഇയറിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് എനിക്കൊരു പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയും ആ പേപ്പർ മാഗസിൻ്റെ പബ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തു വരികയൊക്കെ ചെയ്തു. അതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, വിദ്യാർത്ഥിയെ ഞാൻ പറയുന്നില്ല, ഈവൻ ഒരു റിസർച്ച് സ്കോളറെ വരെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത്തരത്തിലുള്ളൊരു അച്ചീവ്മെൻ്റ് എനിക്ക് കിട്ടാനുള്ള കാരണവും ഈ മമ്പാട് കോളേജിലെ ഇൻ്റർനാഷണൽ കോൺഫറൻസും മമ്പാട് കോളേജ് വിദ്യാർത്ഥിയാണെന്നുള്ള പരിഗണനയിൽ ഞങ്ങളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ ഊറ്റം കൂട്ടിയ ഒരുപാട് അധ്യാപകരുമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ മുന്നോട്ട് നോക്കുമ്പോൾ, എൻ്റെ കരിയറിനെ നോക്കുമ്പോൾ, എൻ്റെ ഇനിയുള്ള പഠനകാലത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് MES മമ്പാട് കോളേജും അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സ്വയം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ട് ഈ ക്യാമ്പസിനെ കാണുക. നിങ്ങൾക്കുള്ളതെല്ലാം തന്നെ ക്യാമ്പസിലുണ്ട്. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അധ്യാപകരുണ്ട്. അവസരങ്ങൾ മുതലെടുക്കുക. Hi everyone, this is Irshad CV. First of all, I would like to thank MES Mambad College for giving me this opportunity. I would like to also congratulate all the newly joined students of MES Mambad College. I have done my master's in economics at the MES Mambad College during 2015-17 as the first batch of the college under the autonomous stream. Currently, I am a PhD student at the Indian Institute of Technology, Madras. As an alumni of MES Mambad College, I have benefited greatly from the college. I have greatly benefited from the college professors, my friends and other community of the college, and also the infrastructure and other facilities, particularly the central library of the college. Apart from the academic activities, the college is also offering a space for students to develop their extra skills through conducting various extracurricular activities. The college is also regularly conducting various workshops, seminars, conferences, and other training programs, which is really essential, particularly in the times of this competition, where you need to develop skills that matters when you go to industry or when you go to higher studies. So these opportunities, that is the benefit of joining with MES Mambad College, and you can really improve your skill with breadth and depth. I encourage all the students, the newly joined students of MES Mambad College, to utilize all the facilities that the college is offered to you for your academic improvement. I also wish all the very best to the prospects students of MES Mambad College. Thank you. Now I invite Dr. Sabik MK, Department of Arabic and IQAC Coordinator, to propose the word of thanks.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഒ പി അബ്ദുറഹ്മാൻ സർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഷെറിൻ മിസ്, ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലിൻഷാ സർ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഇനാഗുറൽ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഡക്ഷൻ പ്രോഗ്രാം 13 സെഷനുകളിലായിട്ട് ഒരാഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ 12 വർഷത്തെ അല്ലെങ്കിൽ 14 വർഷത്തെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്, ഒരു കോളേജ് ജീവിതത്തിലേക്ക് ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഒരു ഓട്ടോണമസ് കോളേജിലാണ്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയും താല്പര്യത്തോടെയും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളൊരു ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള മമ്പാട് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചുമൊക്കെ തന്നെയാണ് നിങ്ങൾ മമ്പാട് കോളേജ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു ഗ്രാജുവേഷന്റെ പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആഡ് ഓൺ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അഡീഷണൽ പ്രാക്ടീസുകൾ, അഡീഷണലായി നിങ്ങളൊരു സിസ്റ്റത്തിന്റെ ഭാഗമാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്നുള്ളത് കൂടിയാണ് ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം തന്നെ സാധാരണഗതിയിൽ പ്രൊഫഷണൽ കോളേജുകളിൽ നടന്നു വരുന്ന ഒരു പ്രാക്ടീസാണ്. നേരെ നിങ്ങൾ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് തന്നെ നിങ്ങളുടെ സിലബസും കരിക്കുലവും പഠിച്ചു തുടങ്ങുന്നതിൽ നിന്നും അതിന്റെ മുമ്പായി എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം എന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന്റെ കരിക്കുലവും സിലബസും, അല്ലെങ്കിൽ നിങ്ങളെ കോളേജ് ഓഫർ ചെയ്യുന്ന മറ്റു സൗകര്യങ്ങളും, ക്യാമ്പസിനെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ സയന്റിഫിക് ആയി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾ ഇന്ന് മുതൽ ജോയിൻ ചെയ്യുന്നത്. ഒരു പക്ഷെ നിങ്ങൾ കുറച്ചു പേരെങ്കിലും നമ്മുടെ കോളേജ് നിങ്ങൾക്ക് പ്രത്യേകമായി അറേഞ്ച് ചെയ്തിരുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. പ്ലസ് 1ലെയും പ്ലസ് 2ലെയും വലിയ ഒരു ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമുകൾ ചെലവഴിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗത്തെ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായകമാകാവുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് നിങ്ങൾ ഒരു 3 വർഷം ഇനി കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ 4 ദിവസം നിങ്ങൾക്ക് കോമൺ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 18-19 ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചാണ് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നീട് 2 ദിവസം ഉള്ള പ്രോഗ്രാം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളാണ്. നിങ്ങളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ സ്വാഭാവികമായും അതാത് ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകർ, ഇന്ന് നിങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ മാത്രമാണ് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ളത്. അതിൽ ചിലർ തന്നെ നിങ്ങളുടെ മറ്റു ക്ലാസ്സുകൾ ഇത് റെഗുലറായി നടക്കുന്നത് കൊണ്ട് ചില അധ്യാപകരെ, ചില ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ വരും ദിവസങ്ങളിൽ വിവിധ പ്രോഗ്രാമിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെ കാണാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അധ്യാപകരെ കാണാനുള്ള അവസരങ്ങൾ 2 ദിവസം നിങ്ങൾക്ക് ലഭിക്കും. വളരെ പ്രഗത്ഭരായ അധ്യാപകരെയും അല്ലെങ്കിൽ പരിശീലന മേഖലയിൽ മികവ് തെളിയിച്ച ആളുകളെയും ഒക്കെ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. വളരെ പ്രതിഭാധനരായ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി മാറിയ, ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ, അവരുടെ കരിയറിൽ വലിയ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരുപാട് ആളുകളെ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ ഉണ്ടാവും. അവരെയൊക്കെ സെഷനുകൾ പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങി എന്ന ഒരു സെൻസിൽ തന്നെ നിങ്ങൾ ഇത് എടുക്കുകയും പൂർണ്ണമായും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. സാധ്യമാവുന്ന രൂപത്തിൽ അവരുടെ ലഭ്യമാകുന്ന ഇന്ററാക്ഷനിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ്. നമ്മുടെ ഒരു പക്ഷേ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പക്ഷെ അവർ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴും ഒക്കെയുള്ള അവസരങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന. അതുപോലെ തന്നെ കോളേജിലെ സൗകര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. NSS ആണെങ്കിലും NCC ആണെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ് നമ്മുടേത്. 77 ഷോർട്ട് ടേം പ്രോഗ്രാമുകളാണ് നമ്മുടെ കോളേജ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മത്സര പരീക്ഷകൾക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള കോച്ചിങ്, സിവിൽ സർവീസ് വരെയുള്ള
ഏറ്റവും ഉയർന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി വരെയുള്ള കോച്ചിങ്ങുകൾ, പഠനത്തിൽ ഒരുപക്ഷെ നല്ല മികവ് തെളിയിച്ച ആളുകൾക്കുള്ള അവസരങ്ങൾ, പഠനത്തിൽ ഒരുപക്ഷെ പല കാരണങ്ങളാൽ മാർക്ക് കുറയുകയോ സ്ട്രഗിൾ ചെയ്യുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ഒക്കെ ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പഠനത്തിന് ഗവൺമെന്റും മറ്റ് നോൺ ഗവൺമെന്റ് ഏജൻസികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ദിവസങ്ങളിൽ വിവിധ അധ്യാപകർ, അതിന്റെ ചാർജുള്ള കോർഡിനേറ്റേഴ്സ് പറയും. വളരെ സൂക്ഷ്മമായിട്ട് അത് കേൾക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ക്ലബ്ബുകളെ കുറിച്ച് നിങ്ങൾ കുറിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ക്യാമ്പസുകളിൽ നിന്ന് അനൗൺസ്മെന്റുകൾ ലഭിക്കുമ്പോൾ ടീച്ചേഴ്സുമായി കോർഡിനേറ്റ് ചെയ്യുക. എന്താണ് ക്ലബിലൂടെ, ആ ഒരു ഫോറത്തിലൂടെ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ നിലയ്ക്ക് ആ ഒരു അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇതിൽ 2 സെഷൻ നിങ്ങളെ പാരന്റ്സിന് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു സെഷൻ നിങ്ങളെ പാരന്റ്സിന് പൂർണ്ണമായും കേൾക്കാനുള്ളതാണ്. ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാരന്റ്സും അത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ അറിയിക്കും. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പരിശീലകനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പാരന്റ്സിന് വേണ്ടിയുള്ള സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ 1 മണിക്കൂർ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിരിക്കാം. ആ നിലക്ക് പാരന്റ്സിന്റെ ആ സെഷനിൽ പങ്കെടുക്കുക. അത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുവാനും ആവശ്യമാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ചെറിയ അവസരം അതിലുണ്ട്. അതിന്റെ പുറമെ അവസാന ദിവസം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ മക്കളെ കൂടെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെയും ഒക്കെ കാണാനും അറിയുവാനും ഒക്കെയുള്ള നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, ട്യൂട്ടേഴ്സ്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരെ കാണുവാനും അവരുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമാപനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 മീറ്റിങ്ങുകളിലും രക്ഷിതാക്കൾ പങ്കെടുക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമോ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ പൂർണ്ണമായി കേൾക്കാൻ പറ്റിയില്ല എങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് വേർഷനും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന പല ക്ലാസ്സുകളും നിങ്ങൾ പലതവണ പല ആവർത്തി നിങ്ങൾക്ക് കേട്ടാൽ പ്രയോജനം ലഭിക്കുന്ന പ്രോഗ്രാമുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം പ്രോഗ്രാമുകൾ വീണ്ടും നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരമായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താം. നിങ്ങൾ മമ്പാട് കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം തന്നിട്ടാണ്. ഒരുപക്ഷെ മറ്റൊരു ക്യാമ്പസിലും നിങ്ങൾക്ക് ലഭിക്കാത്തൊരു അവസരമാണ്. ഒരാഴ്ചത്തെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ലഭിക്കാൻ. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. ആ അവസരങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി തരും. ആ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. നാളെ നിങ്ങൾക്ക് 2 സെഷനുകളാണുള്ളത്. രണ്ടും നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ 2 ഫാക്കൽറ്റീസ്, ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ പ്രൊഫസർ ആയിരുന്ന, നമ്മുടെ കോളേജിലൊക്കെ അധ്യാപകർക്കും PG വിദ്യാർത്ഥികൾക്കും ഒക്കെ പലപ്പോഴും പല ക്ലാസ്സുകൾക്കും ലീഡ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന പ്രൊഫസർ ശിവരാജൻ സാറാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവായിട്ടുള്ള പ്രൊഫസർ ശിവരാജൻ സാറാണ് ഒന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. മറ്റൊരു സെഷൻ നമുക്കുള്ളത് ഡോക്ടർ Z അഷ്റഫ് സാറാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് കരിയർ മേഖലയിലെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെയൊക്കെ വികസന മുന്നേറ്റത്തിൽ വലിയ ഒരു ചുവടുവെപ്പുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള Z അഷ്റഫ് സാറാണ് 2 ക്ലാസ്സുകൾ നമ്മൾ കറക്റ്റ് 9:30 ആരംഭിക്കും. കാരണം അവരുടെ സമയം അദ്ദേഹത്തിന് നിംഹാൻസിൽ 10:30 മറ്റൊരു സെഷൻ ഉള്ളതുകൊണ്ട് കറക്റ്റ് 9:30 തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. Z അഷ്റഫ് സാറിന് മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് 10:30 നമ്മൾ അവസാനിപ്പിക്കും ആദ്യത്തെ സെഷൻ. അതുകൊണ്ട് എല്ലാവരും 9:20 ആകുമ്പോഴേക്ക് തന്നെ, 9:15 മുതൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരിക്കും. 9:20 ആകുമ്പോഴേക്ക് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പരമാവധി ആ സെഷനുകളെ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി ഓരോ സെഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും. ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ശ്രദ്ധിക്കുകയും അതിനോട് ആവശ്യമായ റെസ്പോണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനാഗുറൽ സെഷൻ അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 13 സെഷനുകളിലെ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഭംഗിയാക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മോട് കൂടെ ചേർന്ന എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഒരു സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായ നമ്മുടെ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടെ
കൂടിയുള്ള ശ്രീ മുതുകാട് ഗോപിനാഥ് സാറോടുള്ള കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളും ഇപ്പോഴത്തെ കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള നമ്മുടെ കോളേജിന്റെ എല്ലാ വികസന പരിപാടികളുടെയും മുഖ്യ ശില്പിയായിട്ടുള്ള പ്രൊഫസർ ഒ പി അബ്ദുറഹ്മാൻ സാറ്, കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനനായ അനസ് സാറ്, അതുപോലെ തന്നെ ഈ പരിപാടിയെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് ഭംഗിയായി അതിന്റെ ആങ്കറിംഗ് പ്രോസസ്സും ഒക്കെ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷെറിൻ മിസ്, ഈ പ്രോഗ്രാമിന്റെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ലീഡ് ചെയ്യുന്ന സ്കിൽ ടു യൂത്ത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിലാണ്. അതിന്റെ കോർഡിനേറ്റർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ലിൻഷാദ് സാറ്, അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിൽ നമ്മുടെ അതിഥികളായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത നമുക്കൊക്കെ എന്നും മോട്ടിവേഷൻ ആയിട്ടുള്ള ഷാജു തോമസ്, നമ്മളൊക്കെ മത്സര പരീക്ഷകളിലൂടെ പാസ്സായി നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഫഹദ് രാസ, ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മമ്പാട് കോളേജിൽ വരുന്നവരിൽ വലിയൊരു വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്ന ഒന്നാണ് മമ്പാട് കോളേജിൽ വന്നു ചേർന്നാൽ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരു ക്യാമ്പസ് എന്ന നിലയ്ക്ക് അതിനെ പ്രയോജനപ്പെടുത്തിയ കൂട്ടത്തിൽപ്പെട്ട ഹന്ന, ഇപ്പൊ ജാനുവല റിസർച്ച് സ്കോളർ ആയിട്ടുള്ള, അതുപോലെ തന്നെ മമ്പാട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പ്രതിഭകൾ ഒരുപാട് തെളിയിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രതിഭാധനനായ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ ഒരു സീനിയർ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഷിജിൽ മമ്പാട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും ഷിജിലിന് പോകാൻ പറ്റട്ടെ എന്നുള്ളത് കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ ലെവൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരം നാഷണൽ ഇന്റർനാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രതിഭ കൂടെ നമ്മൾ ഷിജിലിൽ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മളൊക്കെ പ്രിയപ്പെട്ടവനുമായ ആസിഫ് സഹീർ, എല്ലാവരെയും ഈ ഒരു അലുമിനി ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായതിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ഭംഗിയായി നടന്നതിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് IQAC നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഷഹീൻ, അതുപോലെ തന്നെ മുനീർ, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന ഡോക്ടർ സാബിർ നവാസ്, എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈ ഒരു സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ആദ്യ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നേരത്തെ ഷെറിൻ മിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കോളേജ് കുറച്ചു കാലം കൂടെ ഒരു പക്ഷെ നിങ്ങൾക്ക് വരാൻ കോളേജിൽ ക്യാമ്പസിൽ വരാൻ അനുവാദം ലഭിക്കുന്നത് വരെ നമ്മുടെ ക്ലാസ്സുകൾ മുഴുവൻ പൂർണ്ണമായും നടക്കുന്നത് നിങ്ങൾ ലിൻവൈസ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. നിങ്ങൾ അഡ്മിഷൻ മുതൽ നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോകുന്നത് വരെയുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അത് മുഴുവൻ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെങ്ങനെയാണ്, അതിന്റെ സർവീസസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സെഷനിലുള്ളത്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മമ്പാട് കോളേജിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.